കോഴിക്കോട് കമ്മത്ത് ലൈനിൽ വൻ തട്ടിപ്പ്. 10ഓളം ജ്വല്ലറികളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളുമായി മറ്റൊരു ജ്വല്ലറിയിലെ ജീവനക്കാരൻ മുങ്ങി. 1 കോടിയിലധികം രൂപയുടെ ആഭരണങ്ങളാണ് നഷ്ടമായത്. പറമ്പിൽ ബസാർ സ്വദേശി സഫർനാസിനായി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കമ്മത്ത് ലൈനിലെ ഒരു ജ്വല്ലറിയിൽ ാണ് സഫർനാസ്. മറ്റുള്ള ജ്വല്ലറിയിലെ ആളുകളുമൊക്കെയായി തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അഭിജിത്ത് മുഴക്കുന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിജിത്ത് പറഞ്ഞോളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കമ്മത്ത് ലൈനിലെ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നയാളാണ് സഫർനാസ്. മറ്റുള്ള ജ്വല്ലറിയിലെ ആളുകളുമൊക്കെയായി വലിയ ബന്ധമാണുള്ളത്. ഈ വിശ്വാസം മുതലെടുത്താണ് ഇയാൾ ഈ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 1-2 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളല്ല, 1,39 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളുമായി സഫർനാസ് മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതി. ടൗൺ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം. അന്ന് ഉച്ച സമയത്താണ് സഫർനാസ് മറ്റു ജ്വല്ലറികളിലേക്ക് പോയി തന്റെ കടയിൽ എത്തിയവർക്ക് മോഡൽ കാണിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തുന്നത്. ഇങ്ങനെ 10-11 ജ്വല്ലറികളിലേക്ക് സഫർനാസ് പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആഭരണങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇങ്ങനെ ലഭിച്ച ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെയുമായി ഇയാൾ മുങ്ങുന്നത്. അതായത് ഏതാണ്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ടാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇയാൾക്കൊപ്പം സഫർനാസിനൊപ്പം അയാളുടെ ജ്വല്ലറിയിൽ മറ്റൊരാളുണ്ടായിരുന്നു. ആ ഒന്നിച്ചുള്ള ആൾ ഭക്ഷണം കഴിക്കാനായി പോയ സമയത്താണ് ഇയാൾ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെയുമായി അവിടെ നിന്ന് സ്ഥലം വിടുന്നത്. കുറേ സമയം കഴിഞ്ഞിട്ടും തങ്ങൾ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊണ്ടുവരാത്തതിനെ തുടർന്നാണ് ജ്വല്ലറിയിലുള്ളവർ സഫർനാസിന്റെ കടയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് സഫർനാസ് സ്ഥലം വിട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെയാണ് ഇവർ ടൗൺ പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായി ഇയാൾ ഇവിടെ ഈ കമ്മത്ത് ലൈനിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വന്ന ഒരു ആസൂത്രണം ഇയാളുടെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കൂടുതൽ പേർ കൂടി ഇയാളുടെ പുറകിലുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിനുണ്ട്. നിലവിലേതായാലും ഒളിവിൽ പോയ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞ സഫർനാസിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.